നമസ്തേ. മതം ഉപേക്ഷിക്കൂ, മനുഷ്യനാകൂ എന്നൊരു പ്രചാരണം ഇപ്പോൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേട്ടാൽ തോന്നും മതമുള്ളവനൊന്നും മനുഷ്യരല്ലെന്ന്. മതമുണ്ടെങ്കിൽ മനുഷ്യത്വം ഇല്ലാതാകുമെന്ന്. ഇത് സത്യമാണോ? എന്തിനാണ് അവർ മതം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞത്? മതം ഉപേക്ഷിച്ചാലേ മനുഷ്യനാകത്തുള്ളൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? വാസ്തവത്തിൽ ഇതൊരു ആക്ഷേപിക്കലാണ്, മതവിശ്വാസികളെ ആക്ഷേപിക്കലാണ്. അവരാരും മനുഷ്യരല്ല എന്ന് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മനുഷ്യാവകാശത്തിൻ്റെ ധ്വംസനമാണ്. ഇവർക്കെതിരെ നടപടികൾ എടുക്കേണ്ടതാണ് വാസ്തവത്തിൽ. പക്ഷെ നമുക്ക് എന്തായാലും ഈ പ്രചാരണം ഇവിടെ വ്യാപകമായിരിക്കുന്ന സ്ഥിതിക്ക് ഇതിൽ പുരോഗമന ചിന്താഗതിയുടെ അല്പമെങ്കിലും അംശമുള്ളവരൊക്കെ പെട്ടെന്ന് ഇതിൽ വീണുപോകും. ശരിയാണല്ലോ, മനുഷ്യനല്ലേ ആകേണ്ടത്, എല്ലാവരും മനുഷ്യരാകണ്ടേ, മതമായ ഭയങ്കര മനുഷ്യരെ തമ്മിലടിപ്പിച്ച് ഈ ലോകത്തെ നശിപ്പിക്കുന്ന കാര്യമല്ലേ എന്നൊരു ചിന്ത എല്ലാവരുടെയും ഉള്ളിൽ വരും. അത് ജനിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രചാരണത്തിൻ്റെ ലക്ഷ്യം. അത് ജനിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പല വഴിക്കാക്കുക, അങ്ങനെ വേറൊരു മതം സൃഷ്ടിക്കുക. ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ ഓരോ മതവിശ്വാസിയും ചിന്തിക്കേണ്ടത് അവനവൻ്റെ മതം പഠിപ്പിക്കുന്നത് മനുഷ്യത്വ വിരുദ്ധമായ കാര്യമാണോ എന്നാണ്. അവരത് പരിശോധിക്കണം. അങ്ങനെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന മതതത്വങ്ങളുണ്ടെങ്കിൽ അവയെ ഉപേക്ഷിക്കണം. മതം തന്നെ അങ്ങനെ ഉള്ളതാണെങ്കിൽ അതിനെ ഉപേക്ഷിക്കണം. അതിന് യാതൊരു തടസ്സവുമില്ല, യാതൊരു ദാക്ഷിണ്യം വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെയല്ലെങ്കിൽ, മതം മനുഷ്യനെ നന്നാക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യനെ നന്നാക്കുന്ന കാര്യമാണ് മതം പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് ആ മതത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൂടാ? അങ്ങനെ മനുഷ്യനായിക്കൂടാ? മനുഷ്യനാകുന്നതിന് മതം ഉപേക്ഷിച്ചാലേ പറ്റൂ എന്ന് വാശി പിടിക്കുന്നതിന് എന്താണ് അർത്ഥം? ഞാൻ എൻ്റെ മതം ഉപേക്ഷിച്ചിട്ട് എനിക്ക് മനുഷ്യനാകണ്ട. എൻ്റെ മതം മനുഷ്യത്വമാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ മതം എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മം എന്ന ഹിന്ദു മതം. അതാണ് ധർമ്മം വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകം കൃത്യമായി നിർവചിച്ചിട്ടുണ്ട് ഹിന്ദു ആത്മീയ ഗ്രന്ഥങ്ങളിൽ. ധർമ്മമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിനും അഭ്യുന്നതിക്കും ഉതകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെയെല്ലാം ചേർത്താണ് ധർമ്മം എന്ന് പറയുന്നത്. നീ ധർമ്മം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അതിനുതകുന്ന രീതിയിൽ കർമ്മം ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അത് സനാതനമാകുന്നത് എങ്ങനെയാണ്? സനാതനമാകുന്നതെന്ന് പറഞ്ഞാൽ ഈ ലോകം നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ തത്വം പാലിച്ചിരിക്കണം, ഈ ധർമ്മം പാലിച്ചിരിക്കണം. അതുകൊണ്ടാണ് അതിന് സനാതന ധർമ്മം എന്ന് പറയുന്നത്. വൈശേഷിക സൂത്രത്തിലാണ് ഇത് കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുള്ളത്. ഇനി ബൃഹദാരണ്യ ഉപനിഷത്തിൽ ധർമ്മത്തെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ തത്വസംഹിത, അതൊരു നിയമസംഹിതയായിട്ടെടുക്കും. എല്ലാവരും പാലിക്കേണ്ട നിയമസംഹിത. ആ നിയമസംഹിതയെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ മനുഷ്യകുലത്തിൻ്റെ ശരിയായ മുന്നോട്ട് പോക്കിനെയും ശരിയായ അഭിവൃദ്ധിപ്പെടലിനെയും ഉറപ്പാക്കാൻ വേണ്ടിയാണ്. അത് ബൃഹദാരണ്യ ഉപനിഷത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് എന്തിനാണ് ഇതിനെക്കുറിച്ചൊരു ഒരു ആശങ്കയുടെ സന്ദേഹത്തിൻ്റെ ഒന്നും അവകാശമില്ല. കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആളുകൾ പലതരത്തിൽ ഇങ്ങനെ പറഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്ത് നമ്പൂതിരി പുലയനെ ആട്ടുന്നതാണ് സനാതന ധർമ്മം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വളരെ ഫോഷ്കാണ്. അതൊക്കെ ശുദ്ധ ഫോഷ്കാണ്. അങ്ങനൊന്നും ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. നമ്പൂതിരി ബ്രാഹ്മണനാണെന്നും ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത കാര്യങ്ങൾ. അതിൽ ജാതി വ്യവസ്ഥ തന്നെ സനാതന ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ ഭാഗമേ അല്ല. അങ്ങനെ പറയുന്ന ഒരു ഗ്രന്ഥവുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഹിന്ദു മതത്തിൻ്റെ സനാതന ധർമ്മത്തിൻ്റെ തത്വങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് ഉപനിഷത്തുകൾ, പ്രമുഖമായ ഉപനിഷത്തുകൾ 10 ഉണ്ട്. എന്നാണ് അവയ്ക്ക് പറയുന്നത്. ആ ദശോപനിഷത്തുകളും ഭഗവത്ഗീതയിലുമാണ്. അല്ലാതെ ഇതിഹാസ പുരാണങ്ങളിലെ കഥകളിലല്ല
ആ കഥകൾ വെച്ചുകൊണ്ട് ഹിന്ദുവിനെ അളക്കാൻ നോക്കരുത്. ആ കഥകളിലല്ല. എന്താണ് ഈ ഉപനിഷത്തുകളും ഗീതയും ഒക്കെ പഠിപ്പിക്കുന്നത്? ഒരേ ഒരു ശക്തിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ, സകല ചരാചരങ്ങളും ഉണ്ടായിട്ടുള്ളത്. ആ സകല ചരാചരങ്ങളിലും ആ ശക്തി എപ്പോഴും സന്നിഹിതമായിരിക്കുന്നു. ഇതാണ് ആ തത്വം പഠിപ്പിക്കുന്നത്. അപ്പൊ എപ്പോഴും എല്ലാത്തിലും സന്നിഹിതമായിരിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നാണ്. ആ ശക്തിയാണ് അത് ശാസ്ത്രീയമായിട്ട് നമുക്ക് കണ്ടെത്താവുന്ന കാര്യമാണ്. അതിനൊന്നും ആരും തർക്കിക്കേണ്ട കാര്യമില്ല. ഞാൻ തെളിയിച്ചു തരാം. ഇപ്പോൾ അതിനുള്ള അവസരമല്ല. ഈ ശക്തി എല്ലാത്തിലും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിലും ആ ശക്തിയെ കാണാൻ നമുക്ക് കഴിയണം. എല്ലാത്തിലും ഈ ഭൗതികമായിട്ടുള്ള വ്യത്യാസങ്ങൾക്ക് അപ്പുറം ഈ ശക്തി ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഉപനിഷത്തുകളും ഗീതയും പഠിപ്പിക്കുന്നത്. അതിൽ സമത്വ ദർശനം വേണം എല്ലാവരിലും. ഈ ബ്രാഹ്മണനായാലും ശൂദ്രനായാലും ആരിലായാലും മൃഗങ്ങളിലായാലും പോലും നമുക്ക് ആ ഏകത്വമായിട്ടിരിക്കുന്ന എല്ലാവരിലും ഏകമായിട്ടിരിക്കുന്ന ആ ശക്തിയെ നമുക്ക് കാണണം. നമ്മൾ കാണാൻ കഴിയണം നമുക്ക്. അങ്ങനെ കാണുന്നതാണ് പണ്ഡിതന്റെ ലക്ഷണം. പാണ്ഡിത്യം എന്ന് പറയുന്ന അതാണ് എന്നാണ് ഗീത പഠിപ്പിക്കുന്നത്. പിന്നെ എല്ലാവരിലും സമത്വം ദർശിക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യം, വിശിഷ്ടമായ കാര്യം എന്ന് 6-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. എന്നിട്ട് 6-ാം അധ്യായത്തിൽ പറയുന്നു, സ്വയം നിയന്ത്രിച്ച് അവനവനെ സ്വന്തം നിയന്ത്രണത്തിൽ നിർത്തുന്നവൻ അവനവന്റെ തന്നെ മിത്രമാകുന്നു. അങ്ങനെ ആത്മനിയന്ത്രണം ഇല്ലാത്തവൻ അവനവന്റെ തന്നെ ശത്രുവുമാകുന്നു. ഇതൊക്കെ ഗീത പഠിപ്പിക്കുന്നു. ഇതൊക്കെ കളഞ്ഞിട്ട് ഞാൻ എന്തിന് വേറൊരു മനുഷ്യനാകാൻ നോക്കണം? മനുഷ്യനാകുന്നതിന് ഇതൊക്കെ കളയേണ്ട കാര്യമുണ്ട്. ഇതൊക്കെ എത്ര തങ്കപ്പെട്ട ആശയങ്ങളാണ്, മനുഷ്യത്വത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളാണ്. എന്തിന് ഞാൻ കളയണം? ഒരു ജീവിയോടും ദ്വേഷമുണ്ടാകാതിരിക്കുക, മൈത്രിയും കരുണയും ഉണ്ടാവുക. ഇതാണ് നല്ല ഭക്തന്മാരുടെ ലക്ഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഈ കാര്യങ്ങളാണ് പറയുന്നത്. അവനാണ് യഥാർത്ഥത്തിൽ ഈശ്വരഭക്തിയുള്ളവൻ. ശത്രുക്കളോടും മിത്രങ്ങളോടും ഒപ്പം തന്നെ മാനിക്കുന്നവരോടും അപമാനിക്കുന്നവരോടും ഒരുപോലെ സമഭാവം കാണിക്കണമെന്ന് പഠിപ്പിക്കുന്നു ഗീത. ദുരഭിമാനം പാടില്ല, ഔദ്ധത്യം പാടില്ല. അതുപോലെ തന്നെ ഇഷ്ടമായത് സംഭവിച്ചാലും, പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് ഇതൊക്കെ. ഇഷ്ടമായി സംഭവിച്ചാലും അനിഷ്ടമായത് സംഭവിച്ചാലും സമചിത്തതയോടുകൂടി അവയെ നേരിടാൻ നമുക്ക് കഴിയണം. ഇത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സംഭവിക്കുന്നതെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കത്തില്ലല്ലോ. അതുപോലെ എല്ലാം അനിഷ്ടമായിരിക്കത്തതുമില്ല. ഇപ്പൊ എന്തു വന്നാലും ശരി സമചിത്തതയോടുകൂടി നമുക്ക് അതിനെ നേരിടാനും സ്വീകരിക്കാനും കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഉത്തമ മനുഷ്യരായിത്തീരും. അതാണ് ഉത്തമ മനുഷ്യരായി തീരുന്നതിന്റെ ഉപദേശങ്ങളാണ് ഈ തരുന്നത്. ഇതൊക്കെ ഞാൻ എന്തിനു കളയണം? ഇത് കളഞ്ഞാലേ മനുഷ്യനകത്തുള്ളെന്ന് ഒരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിനും വിശ്വസിക്കണം? അത് അയാൾക്ക് വിവരമില്ലെന്നല്ലേ അതിന്റെ അർത്ഥം. ഇനി നമ്മളെ കഴിയുന്ന വിധത്തിൽ ദാനം ചെയ്യണം. ആരും അറിയാതെ നമ്മൾ ദാനം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആ വലിയ ഭാവത്തോടു കൂടിയല്ല, എളിമയോടുകൂടി വിനയത്തോടു കൂടി ദാനം ചെയ്യണമെന്നാണ്. ആരും അറിയാതെ ദാനം ചെയ്യണം, ആരെയും അറിയിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ദാനം ചെയ്യണമെന്ന് പറയുന്നത് അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. നല്ല മനുഷ്യരുടെ ലക്ഷണം അതല്ലേ. അല്ലാതെ 500 രൂപയുടെ സമ്മാനം കൊടുക്കാൻ വേണ്ടി 5000 രൂപ ചിലവാക്കി പരസ്യം ചെയ്ത് വലിയ ചടങ്ങുകൾ നടത്തി കൊടുക്കുന്നതാണോ? അതല്ലേ നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പൊ അതിൽ നിന്ന് മനുഷ്യനാണെങ്കിൽ ഈ തത്വങ്ങൾ പാലിക്കുകയല്ലേ വേണ്ടത്. അതിന് പകരം ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് അതെന്നോട് ചേർന്ന് നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ അതിനില്ല. ഇനി വിനാശത്തിലേക്കുള്ള 3 കാര്യങ്ങൾ ഗീത എണ്ണി പറയുന്നു. ഒന്ന് എന്താണ്? കാമം, ക്രോധം, ലോഭം. കാമം, ക്രോധം, ലോഭം. ലോഭം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യന്റെ മുതൽ ആഗ്രഹിക്കുക. അതൊന്നും പാടില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഈ ലോകത്ത് ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നു, ഈ ലോകത്തുള്ളത് ഈ ലോകത്ത് നിന്ന് നിന്റെ ജീവിതത്തിന് അത്യാവശ്യമായത് മാത്രം നീ എടുക്കുക, ബാക്കിയുള്ളത് അവിടെ ഇട്ടേരെ. അത് മറ്റുള്ളവരുടെ സ്വത്താണ്. നീ മറ്റുള്ളവരുടെ സ്വത്ത് എടുക്കരുത്. ഇതല്ലയോ ശരിക്കും വലിയ മനുഷ്യത്വം? സഹജീവിയോടുള്ള പരിഗണന അതല്ലേ? ഇതല്ലേ വലിയ കമ്മ്യൂണിസം? ഇതൊക്കെ കളഞ്ഞിട്ട് ഞാൻ വേറെ ഒരു തത്വം എടുക്കേണ്ട കാര്യം എന്ത്? ഇതൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യത്വം എന്ത് മനുഷ്യത്വമാണ്? ഇതൊക്കെ ഉള്ളതാണ് മനുഷ്യത്വം.
ഇതൊക്കെയാണ് മനുഷ്യനെ കാടലിൽ നിന്നും മനുഷ്യനാക്കി മാറ്റുന്നത്. അത് ഇവർക്ക് അറിഞ്ഞുകൂടാ. ഈ ഇവര് പ്രസംഗിക്കുന്ന അല്ലെ വലിയ ഉയർത്തി കാണിക്കുന്ന മാനുഷിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഉറവിടം ഇവിടെയാണ്. ഈ ഭാരത മണ്ണിലാണ് അതിൻ്റെ ഉറവിടം. ഇതിൽ നിന്ന് തെന്നിത്തെറിച്ച് പോയിട്ടുള്ള കാര്യങ്ങളുടെ എക്കോകളാണ് നമ്മൾ പല ഭാഗത്തു നിന്നും കേൾക്കുന്നത്. അതാണ് ഈ മതം ഉപേക്ഷിക്കും മനുഷ്യനാകും എന്ന് പറയുന്നവരിൽ കൂടിയും വരുന്നത്. അതാണ് അവർക്കറിഞ്ഞൂടാ ഇത് ശരിക്ക് വന്നിട്ടുള്ളത് ഈ മണ്ണിൽ നിന്നാണെന്നുള്ളത്. അതാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ മനുഷ്യന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ, അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഗീതയുടെ ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തം കർമ്മം ചെയ്യുമ്പോൾ തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കണം. കർമ്മം ചെയ്യാൻ ആരും ഇവിടെ ജീവിക്കാൻ പാടില്ല. അത് ഈശാവാസ്യ ഉപനിഷത്തും പറയുന്നു. കർമ്മം ചെയ്തേ പറ്റൂ. പക്ഷെ കർമ്മം ചെയ്യുമ്പോൾ നീ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നിന്റെ സ്വാർത്ഥത മാത്രമായിരിക്കും ലക്ഷ്യം. നിന്റെ പ്രവൃത്തികൾ ലോകത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കണം. നീ ലോക നന്മയ്ക്കായിട്ട് വേണം കർമ്മം ചെയ്യാൻ എന്നാണ് ഗീത പറയുന്നത്. ലോകത്തിനായിട്ട് കർമ്മഫലങ്ങൾ സമർപ്പിക്കുക എന്നാണ് ഗീതയുടെ ആഹ്വാനം. അത് നല്ല ഉപദേശങ്ങളല്ലേ ഇതൊക്കെ. പിന്നെ കർമ്മം ചെയ്യുമ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനത്തിരുന്ന് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ബന്ധുക്കളെയാണോ, അതായത് അധർമ്മത്തെയാണോ എതിർക്കേണ്ടത്? നമ്മൾ ധർമ്മത്തെ അല്ല. ധർമ്മം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ധർമ്മം സംരക്ഷിക്കണം. ധർമ്മ സംരക്ഷണം നടത്തുക എന്നുള്ളത് ഓരോ പൗരന്റെയും ഓരോ വ്യക്തിയുടെയും ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്വമാണ്. അതിന് നമ്മൾ ആ അധർമ്മികളായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്, ധർമ്മലംഘനം നടത്തിയവരായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ബന്ധുവാണോ, ഗുരുവാണോ, അച്ഛനാണോ, അമ്മയാണോ എന്നൊന്നും നോക്കരുത്. അവരെ എതിർത്തിരിക്കണം. അതാണ് ഗീത പഠിപ്പിക്കുന്നത്. ഇത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യത്വരഹിതമാണോ? അധർമ്മം ചെയ്യുന്ന ആരായാലും എതിർക്കണ്ടേ? കുറ്റം ചെയ്യുന്നവൻ ആരായാലും, അച്ഛനായാലും അമ്മയായാലും ഗുരുവായാലും ആരായാലും അവർക്കെതിരെ നടപടിയെടുക്കണ്ടേ ഒരു ഉദ്യോഗസ്ഥൻ? ഇത് പറയുമ്പോൾ ഏതാണ്ട് ഗീതയോ അത് മതം പറയുന്നതാണ്, അതുകൊണ്ട് നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഏത് മനുഷ്യനാണോന്നാണ് ഇവർ പറയുന്നത്. പിന്നെ വേറൊരു ഉപദേശം വരുന്നുണ്ട്. അതായത് ആര് പറയുന്നതായാലും ശരി, നിങ്ങൾക്ക് സ്വന്തം നിങ്ങൾക്ക് യുക്തിക്ക് നിരക്കുന്നതാണെങ്കിൽ, സ്വന്തം യുക്തി കൊണ്ട് പരിശോധിച്ച് സ്വീകാര്യമാണെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കാവൂ. അല്ലാതെ മുതിർന്നവരിങ്ങനെ ചെയ്തു, ഞാനും ഇങ്ങനെ ചെയ്തു, ഇതിന് പ്രീസിഡന്റ് ഇങ്ങനെയാണ്, അതല്ല ചെയ്യേണ്ടത്. അവനവൻ്റെ ബുദ്ധിയിൽ ആലോചിച്ച് ഏറ്റവും ഉപയുക്തമാണ്, ഏറ്റവും ചെയ്യാവുന്നതാണ്, ഈ ലോകത്തിന് ദോഷം ചെയ്യാത്തതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ, എന്ന് ബോധ്യപ്പെട്ടിട്ട് വേണം ചെയ്യാൻ. അതും ഈ തൈത്തിരീയ ഉപനിഷത്തിലാണ് പറയുന്നത്. അമ്മയെയും അച്ഛനെയും ഗുരുവിനെയും ഒക്കെ ദേവന്മാരായിട്ട് കാണണമെന്ന് പറയുന്ന അതിനകത്താണ്. ഇതൊക്കെ പറഞ്ഞു തരുന്ന ഒരു മതത്തെ ഞാൻ എന്തിനു ഉപേക്ഷിക്കണം? അത് ഉപേക്ഷിച്ചാലേ മനുഷ്യനകത്തുള്ളതെന്ന് പറയുന്ന വിഡ്ഢിത്തം ഞാൻ എന്തിനും കേൾക്കണം? ഇതൊക്കെ വിഡ്ഢിത്തമാണ്. ഈ ദുഷ്പ്രചാരണങ്ങളെ നമ്മൾ ശക്തിയുക്തി എതിർക്കണം. ഇതിൻ്റെ പിന്നിൽ വലിയൊരു വലിയ ചതിയുണ്ട്, വലിയൊരു ഗൂഢലക്ഷ്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ മനുഷ്യനാകാനായിട്ട് മുന്നോട്ട് വരാൻ സാധ്യതയുള്ളത് ഈ പുരോഗമന ചിന്താഗതിയുള്ള ഹിന്ദുക്കൾ തന്നെയായിരിക്കും. ബാക്കിയുള്ളവരാരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഹിന്ദുക്കൾ ആയിട്ടുള്ളവർ വരും, അവരെല്ലാവരും ഇങ്ങനെ മതമൊക്കെ ഉപേക്ഷിച്ച് ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ട്, മതമൊക്കെ ഉപേക്ഷിച്ച് വലിയ മനുഷ്യന്മാരായിട്ട് നടക്കും. പക്ഷേ അപ്പോൾ അവൻ ഹിന്ദു എന്നൊരു മതമേ ഇവിടെ ഇല്ലാതാകും. ഹിന്ദുവിനെ നശിപ്പിക്കുക, ഈ രാഷ്ട്രത്തെ നശിപ്പിക്കുക, ഇതാണ് ഈ പ്രചാരണം കൊണ്ട് നടക്കുന്നവരുടെ ഗൂഢലക്ഷ്യം. ഇതിനെ തിരിച്ചറിഞ്ഞ് ശക്തമായിട്ട് എതിർക്കണം, തോൽപ്പിക്കണം. അതുകൊണ്ട് ഈ മതം ഉപേക്ഷിക്കൂ, മനുഷ്യനാകൂ എന്ന് പറയുന്ന വിഡ്ഢിത്തം ഇവിടെ പ്രചരിപ്പിക്കാൻ സമ്മതിക്കരുത്. പ്രചരിപ്പിച്ചാൽ വന്ന് യാതൊരു വിലയും ഇല്ലാതാക്കണം. അതിൻ്റെ ഗൂഢലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണം. നന്ദി, നമസ്കാരം.